അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിരിസത്ത് മോമിനിങ്ങളെ, ഇന്ന് നിങ്ങളുടെ മുന്നിൽ പലക്ക് വരുന്നത് ഞങ്ങളെ ഈ ഇപ്പം നടന്നുകൊണ്ടുള്ള ഒരു വാർ വിഷയത്തിലായിട്ട് ഇവിടെ നിങ്ങൾക്ക് എല്ലാവരും ഗൊന്തുണ്ട്. ഇസ്രായേൽ ഇറാൻ ഭയങ്കര യുദ്ധം നടന്നുകൊണ്ടുണ്ട്. ഗൾഫ് രാഷ്ട്രത്തുള്ള ഞങ്ങളെ GCC കൺട്രി, അതായത് ഇസ്ലാമിക് കൺട്രി എല്ലാം എന്തായിട്ടുണ്ടോ പല രൂപത്തിലും പ്രോബ്ലം ഫേസ് ആക്കിക്കൊണ്ടല്ലോ ഉള്ള ഒരു ടൈമും. ഏതായാലും പിരിസത്ത് മോമിനിങ്ങൾ എന്നാണ് ഇന്ന് പലക്ക് വരുന്നത്. ഇതിൻ്റെ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോയോണ്ടിരുന്നെങ്കിലും ചില സന്തോഷ വാർത്ത, അതിൽ ഗുഡ് ന്യൂസ് അല്ല നിങ്ങൾക്ക് കിട്ടിയോണ്ടല്ലോ ഉണ്ട്. അതായത് ഇറാനിൻ്റെ ഭാഗത്തിൽ കൂടി സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ ആ ഭാഗത്തുകല്ല ഞങ്ങൾ ആക്രമിക്കില്ല ചെന്നിട്ടുള്ള എനിക്കത്തെ റിപ്പോർട്ടൊക്കെ വന്നത്. പിന്നെ നോക്കുമ്പോൾ അത് പിന്നെ എന്തായിട്ട് ആക്രമിച്ചെങ്കിൽ ഞങ്ങൾ വിടില്ല, അങ്ങനായിട്ട് ഇവിടെ ഞങ്ങൾ ചൊന്നത് ഞങ്ങളായിട്ട് വെറുതെ ആക്രമിക്കില്ല. അമേരിക്ക ഇസ്രായേല ഞങ്ങളെ ആക്രമിക്കോ വന്നെങ്കിൽ ഞങ്ങൾ ഈ രൂപത്തിലും തിരിച്ചടിക്കുക അങ്ങനെയുള്ള വിഷയമെല്ലാം കിട്ടിയത്. ഏതായാലും പിരിച്ചത്ത് മൂമിനെ ഞങ്ങൾ അർത്ഥാക്കുള്ളൊരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യുദ്ധം ഇസ്രായേലും ഇറാനും യുദ്ധം നടക്കൂ ചമ്മ റീസൺ എന്ന് റീസൺ എന്തും ഇല്ല അവിടെ. കാലി ഒരു 2-3 റീസൺ ആയിട്ട് ഇക്കറ് ഇത് ഞങ്ങൾ അർത്ഥാക്കിയാൽ അത് റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ യുറേനിയം ചെന്നെങ്കിൽ അതൊരു ഐറ്റം 0.75 ഐറ്റം ചെന്നെങ്കിൽ 1 പോയിന്റ് പോലും ഇല്ല, 1% പോലും ഇല്ല, 0.75 ആയിട്ട് ഇക്കിടില്ലേ. അതിനെ ഇങ്ങനെ പണിയെടുത്തിട്ട് അത് ഇങ്ങനെ ആക്കിയിട്ട് മറന്ന അത് ഇത് നല്ല ഇങ്ങനെ പിന്നെ സുമാർ സ്വറൗണ്ട് ആക്കിയിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് യാറാക്കാറ് ഈ യുറേനിയം. അങ്ങനെ യാറാക്കിയിട്ട് അതൊരു 10-15% എത്തിയെങ്കിൽ ഈ ഐറ്റം അത് പിന്നെ കറണ്ട് ആ യുറേനിയം യൂസ് ആക്കാറ്. ഇനി അതൊരു 30% എത്തിയെങ്കിൽ അതിലെന്താക്കാറ് ഈ മെഡിക്കൽ പർപ്പസ്ക്ക് വേണമായിട്ട് മരുന്ന് അത് ഇതുകല്ല അത് യൂസ് ആക്കാറ്. അതിങ്ങനെ വന്നിട്ട് യാറാക്കിയിട്ട് 90% 90% യുറേനിയം എത്തിയെങ്കിൽ അത് പിന്നെ ഈ അണുബോംബ് ചെന്നാൽ ഗൊത്തുണ്ടല്ലേ, ന്യൂക്ലിയർ ബോംബ്, ആ ബോംബ് ഇട്ടാൽ പിന്നെ എന്ത് ചൊല്ലോക്കെ എന്തില്ല. അത് എല്ലാവരും യുദ്ധത്തിക്ക് പ്രയോഗിക്കുന്ന ബോംബല്ലത്. അത് ലാസ്റ്റ് ഇനി എന്തും കൺട്രോൾ ഇല്ലാണ്ടാവുമ്പോൾ യൂസ് ആക്കാൻ എനിക്കത്തെ ബോംബായിട്ടിരിക്കുക. അത് പാകിസ്ഥാനിട്ടുണ്ട്, അതുപോലെ അമേരിക്കട്ടുണ്ട്, അങ്ങനെ കൊറിയ രാഷ്ട്രത്തൊട്ടിക്ക് മാത്രമായിട്ടിരിക്കണം അതുള്ളത്. അപ്പോൾ ഏതായാലും ഇത് ഇറാന് ഈ ബോംബ് ആക്കിക്കൊണ്ടുണ്ടോ ചെമ്മ വർഷം ടൈം പിടിക്കരുത്. അങ്ങനത്തെ ഒരു അറസായിട്ടിക്കട് ഈ ഇസ്രായേൽ ഇറാൻ്റെ വിഷയത്തിലുള്ള ഇറാൻ മീത്തു ഈ ബോംബ് കിട്ടിയെങ്കിൽ ഈ അണുബോംബ് മീത്തുള്ള ആളായെങ്കിൽ പിന്നെ ഭാരി കഷ്ടമുണ്ട് ലോകത്തിലെ ഭാരി ഒരു മാറാക്കാക്കുന്നുണ്ടായിട്ട് ഞങ്ങളെ വാദം. അങ്ങനെ ആയിട്ട് ഒരു റീസൺ അങ്ങനെ ബുഡാലെണ്ണങ്ങാണ്ടുള്ള ഒരു അറസ പറവ് കാരണം ഒന്നത്. രണ്ടാമത്തേത് ഇറാൻ ഉണ്ടുള്ളത് ഒരു തൈല ഉള്ളണിക്കത്തെ പെട്രോളിയം ഉള്ളണിക്കത്തെ ഒരു ദേശമായിട്ട് ഇക്കട്. അപ്പം ചൈന എന്താക്കരുത് ഈ നേരെ ഇറാൻ പെട്രോളിയം എടുത്തോണ്ടിക്കരുത്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ഈ ചൈന എന്താക്കുക ചൈന കറൻസി ആയിട്ട് അവിടെ കൊടുത്ത് യൂസ് ആക്കരുത്, ഡോളർ യൂസ് ആക്കരുതല്ല. അമേരിക്കക്ക് അത് ഒരു വാശി എന്തിരിച്ചെന്നെങ്കിൽ ഈ തൈല പോലത്തെ ലോകത്ത് ഭയങ്കര മൂല്യമുള്ള ഭയങ്കര പൈസ കിട്ടുന്ന എല്ലാ ഐറ്റമും ഡോളറിൽ വ്യവഹാരമാക്കണോണ്ടുള്ളത് അത് അമേരിക്കത്തെ വാദമായിട്ടിക്കട്. ആരെല്ലാം അമേരിക്കത്തെ ഈ വാദത്തിന് സഹകരിക്കില്ല, ചൈന സഹകരിക്കില്ല, ചൈന എപ്പോഴും അമേരിക്കത്തെ വിരുദ്ധമായിട്ടിക്കട്. അപ്പം ഈ ചൈനീയ കറൻസി യൂസ് ആക്കിയിട്ടായിട്ടിക്കട് ഈ ഇറാൻ്റെ ഒട്ടിക്ക് ഈ വ്യവഹാരമെല്ലാം ആക്കരുത്. ഇത് ആർക്ക് അറസമുണ്ടോ ഈ ചൊല്ലാനൊക്കത്തെ അമേരിക്കക്ക് ഇസ്രായേലുകൾ ഭയങ്കര അറസായിട്ട് ഇക്കിടതിൽ ആ ഒരു കാരണം കൂടിയായിട്ട് ഇക്കരുത്. മൂന്നാമത്തെ എന്താ വെച്ചെന്നെങ്കിൽ പിന്നെ ഹോർമോസ് ജലസന്ധി, അതായത് ലോകത്തിൽ ഒരു 30% തൈലവും ഇതര സാമഗ്രികളും ഗ്യാസ് അത് ഇതെല്ലവും സപ്ലൈ ആയിട്ട് ആ കപ്പലിൽ നിറച്ചിട്ട് ബണ്ടത് ഈ ഹോർമോസ് ജലസന്ധി ആ തണ്ണിയിലായിട്ട് കടലിൽ. ഈ ഹോർമോസ് ജലസന്ധിൻ്റെ ഉള്ളത് അത് ഇറാൻ്റെ കൺട്രോളിലായിട്ട് ഇക്കടുള്ളത്. അപ്പം ലോകത്തിൽ ഒരു നടക്കുന്ന വ്യവഹാരത്തിൽ ഒരു 30% ഈ ഇതിൽ കൂടി വരുമ്പോൾ അത് ഇറാൻ്റെ കൺട്രോളിലുണ്ടല്ലേ ചെന്നിട്ടുള്ള ഒരു അർസം കൂടി അങ്ങുണ്ട്. എന്തായില്ലേ ഇങ്ങനെ വെച്ചിട്ടായിട്ട് ഈ യുദ്ധം നടക്കരുത്. സത്യത്തിൽ ചെന്നെങ്കിൽ ഇറാനുള്ളത് വലിയ കൺട്രി, ഇസ്രായേലുള്ളത് ചെറിയ കൺട്രി. പക്ഷേ ഈ ചെറിയ കൺട്രിയായ ഇസ്രായേൽ ഇത്രയും വലിയ യുദ്ധത്തിൽ വരും കാരണം ബാക്കിൽ അമേരിക്ക ചൊല്ലൊരു വലിയ ശക്തിയുണ്ട്. ആ ശക്തിയെ നമ്പിട്ടായിട്ട് ഇക്കട് വന്നുകൊണ്ടുള്ളത്. അമേരിക്ക ചൊല്ലുമ്പോൾ ഒരു വലിയൊരു ദുരഹങ്കാരി ചെന്നെങ്കിൽ എല്ലാ വിഷയത്തിലും അങ്ങനത്തെ പൈസ കൊണ്ടുള്ളതായിട്ട് ഇക്കട്. അമേരിക്ക അധ്യക്ഷ ചൊല്ലുമ്പോൾ ലോകത്തിൽ ഒരു വലിയ സ്ഥാനം, ആ സ്ഥാനം ഇപ്പോൾ പോയിട്ട് അത് കാരണം എന്താ വെച്ചെന്നെങ്കിൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഒരു നീതി ഇല്ല, ഒരു വിഷയത്തിൽ ഒരു ഉറപ്പില്ല, ടൈമിനനുസരിച്ച് ഇത് മക്കളെ പലക്കെ ഇങ്ങനെ ചേഞ്ച് ആകും പോലെ ഒരു അമേരിക്ക അധ്യക്ഷരുടെ പലക്കെ ഇങ്ങനെ ചേഞ്ച് ആവുകയല്ല തുടങ്ങിയപ്പോൾ എന്തിലും ഒരു ക്ലാരിറ്റി ഇല്ലാണ്ട് ഒട്രാസി പലക്കെ ഒരാളായതുകൊണ്ട് അമേരിക്ക അധ്യക്ഷർ ആ ഒരു ബഹുമാനമേ ഒരു പവർ
ഈ മനസ്സിൽ ഇല്ലാണ്ടാക്കി പോയിത്ത്. ഏതായാലും പരിശുദ്ധ മോമിനിങ്ങൾ അപ്പം ഇങ്ങനത്തെ റീസൺ വെച്ചിട്ടായിട്ട് ഇക്കട്. അപ്പം ഇങ്ങനെ യുദ്ധമെല്ലാം നടക്കുമ്പോൾ ഇത് ഭാര്യ ഒരു ആഘാതക്കാരി പേടിക്കലണിക്കത്തെ ഒരു വിഷയം കൂടിയായിട്ട് ഇക്കട്. മനുഷ്യരെ സമാധാനം ഇല്ലാണ്ടാക്കി കളയലണിക്കത്തെ ഒരു ന്യൂസും കൂടിയായിട്ട് ഇക്കട്. അപ്പം നമുക്ക് വേഗം ഇതെല്ലാം ഒന്ന് നിപ്പാട്ട് വേണമായിട്ട് ദുആ ഇറക്കണം. അഹങ്കാരത്തിൽ ഭാരി എതിരിലുള്ള ഒരു നേതാവായിട്ട് ഡൊണാൾഡ് ട്രംപ്. പക്ഷേ നമുക്ക് ഇസ്ലാമിലുള്ള പാഠം ധരിച്ചെന്നെങ്കിൽ അഹങ്കാരത്തിൽ വലിയ 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 അഹങ്കാരം കാട്ടിയണക്കത്ത് ഫിറൗന്റെ ഗതി യന്ത്രമായി പോയിട്ട് ഉണ്ട്. അള്ളാഹു താല എങ്ങനെയുണ്ട് ഫിറൗന്റെ വെച്ച ഫിറൗന് ചെന്ന് യന്ത്രം തയ്ത്താ നിങ്ങൾ നിരിച്ച പോലെ എന്തല്ല ഭയങ്കര അണ്ടത്തെ കാലത്ത് വലിയ നേതാവ് ഫിറൗന്റെ കാണാൻ വലിയ ഒന്നില്ല ഇവിടെ. ആന റബ്ബുക്കുമുല്ലാല നാണ് നിങ്ങളെ മേലെയായ റബ്ബൂണ്ട് വരെ വാദിക്കൊനായ തർക്കത്തിൽ അവൻ വലിയ പവർ എത്തിപ്പോയാ. പക്ഷേ അള്ളാഹു അത് ഇഷ്ടമില്ലല്ലേ ഞാൻ റബ്ബും ചെല്ലത്. ആ ഫിറൗണ്ട് അള്ളാഹു താല ഇങ്ങനെ വെച്ചിട്ട് ഈജിപ്തിലെ കൈറലുള്ള മ്യൂസിയത്തിൽ അവൻ്റെ ഡെഡ് ബോഡി വെച്ചത് ഞാൻ റബ്ബും ചെന്നാലേ ഡെഡ് ബോഡി എങ്ങനായിട്ടുണ്ട് കാണുക ഒരു അസഹ്യപ്പെട്ട എനിക്കത്ത് നോക്കുക ഇഷ്ടപ്പെടാത്ത എനിക്കത്ത് കോലത്തിൽ വെച്ചില്ലേ. അതുപോലെ നമ്രൂദ് ഇബ്രാഹിം നബിയെ കത്തുപാട്ടകുവാനായിട്ട് പ്ലാൻ ആക്കിയ നമ്രൂദിന്റെ ഗതി എന്തായി പോയിട്ട് അതുകൊണ്ടോ. അങ്ങനെ ഇങ്ങനെ എല്ലാ വിഷയത്തിലും അഹങ്കാര കാട്ടിയണക്കത്തെ വലിയ വലിയ അങ്ങനെ അള്ളാഹു താല എങ്ങനെ കൊന്നു കളഞ്ഞത് എന്നുള്ളത് നമുക്ക് കൊന്നിട്ടുണ്ട്. ഫിറൗന്റെ അള്ളാഹു താല കൊന്നു കളഞ്ഞത് ലോകത്തിന് ആർക്കും അത്ര ഒരു ഇൻസൾട്ട് പറയില്ല. ആറ് പത്തിലായിട്ട് എലിനെ പിടിച്ചിരുന്നെങ്കിൽ തന്നിക്ക് മുക്കിക്കൊള്ളൊരു പോലെ അല്ലേ അള്ളാഹു താല ഫിറൗന്റെ കൊന്നത് കടലിൽ മുക്കിയിട്ട്. അപ്പോൾ ആ പിരിച്ചത്തെ മോമിനിങ്ങളെ അഹങ്കാരം കാട്ടിയിട്ട് ഇങ്ങനെ വരുമ്പോൾ ഒരു ടൈമിൽ അള്ളാഹു താല അങ്ങ് പഠിക്കുന്നുണ്ട് പാട്ടുണ്ടുള്ളത് ഗ്യാരണ്ടി ആയിട്ടിക്കണ്ട്. അപ്പം ഞങ്ങൾ എന്താക്കണം മനസ്സറിഞ്ഞിട്ട് ലോക മുസ്ലിങ്ങളെ സമാധാനത്തിന് വേണമായിട്ട് ഞങ്ങൾ ദ്വാരക്കണം. എല്ലാ ജാഗലും ഞങ്ങൾ ഈ ഒരു വിഷയത്തിൽ മുസ്ലിമീങ്ങൾക്ക് വിജയം കിട്ടുക ദ്വാരക്കണം. ചമ്മാൽമാർക്ക് ഇനിയും ഡൗട്ട് ക്ലിയർ ആയിട്ടില്ല. ഇനിയും കേട്ടോണ്ടേ ഉള്ളാറ് ഷിയ രാഷ്ട്രമല്ലേ ഞങ്ങൾ എന്ത് ഇറാൻ വേണമായിട്ട് ദ്വാരക്കേണ്ടുള്ളത് ഞങ്ങൾ സുന്നിങ്ങളല്ലേണ്ടുള്ളത് ഞങ്ങൾ അങ്ങോട്ടുള്ള പിരിസല്ല ഇറാനിട്ട് ഞങ്ങളുടെ ഒരു പിരിസവും ഇല്ല. പിന്നെ ഇറാൻ യുദ്ധത്തിക്ക് വന്ന ആൾമാരാറ് ഇസ്രായേലും അമേരിക്ക അങ്ങ് ഇസ്ലാമുക്ക് കെട്ട വിരോധിമാരായിട്ടാണ്. അപ്പം അങ്ങക്ക് വിരുദ്ധ ഞങ്ങൾ നിൽക്കണോണ്ടുള്ള പർപ്പസിലായിട്ടിട്ട് ഞങ്ങൾ ഇറാൻ്റെ പക്ഷത്ത് നിൽക്കേണ്ടുള്ളത് ഞങ്ങൾ നടത്താക്കുന്നു. മാത്രമല്ല ഇറാൻ മീത്ത് സോത്തെങ്കിൽ മുസ്ലിം കൺട്രി സോത്തുണ്ടല്ലോ മെസ്സേജ് ലോകത്ത് കൊണ്ട് ഇറാൻ വിന്നായെങ്കിൽ മുസ്ലിം കൺട്രി വിന്നായിട്ടുണ്ടല്ലോ. അപ്പം ഇസ്ലാമിട്ടുള്ള ഒരു ബന്ധമായിട്ടിട്ട് പിറസായിട്ടിട്ട് ഞങ്ങൾ ഇറാനിക്ക് സപ്പോർട്ടാക്കുള്ള കാരണാണ്ട് കൂടി ഞങ്ങൾ നടത്താക്കുന്നു. അള്ളാഹു താല ലോകത്തിൽ എല്ലാ നിലക്കും മുസ്ലിമീങ്ങൾക്ക് വിജയത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.